ബുക്കിൻ്റെ പേര് ഗെറ്റ് സെറ്റ് ഗോ ഫോർ IAS എ ബ്ലൂ പ്രിൻറ്റ് ഫോർ എഫക്റ്റീവ് UPSC പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പം ബേസിക്കലി UPSC പ്രിപ്പറേഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, പല ഏരിയാസിൽ എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ട്. എങ്ങനെ തുടങ്ങണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മളെ ആക്ച്വലി കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽസും അതേപോലെ അഡ്വൈസസും ഒക്കെ നമുക്ക് കിട്ടാറുമുണ്ട്. അപ്പം എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സിനെയൊക്കെ ഒന്ന് ദൂരീകരിക്കുക, അല്ലെ ആ ഡൗട്ട്സിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ ഒരു ബുക്ക് ഞാൻ എഴുതിയിട്ടുള്ളത്. എൻ്റെ പേര് ഗൗതമൻ മോഹൻ എന്നാണ്. ഞാൻ IPM IAS അക്കാഡമിയുടെ അക്കാഡമിക് ഹെഡാണ്. സോ ഈ ഒരു ബുക്കിൽ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എങ്ങനെയായിരിക്കണം ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏത് മൈൻഡ് സെറ്റോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ ഡൗട്ടുകളുണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ വർക്ക്, ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഡൗട്ട്സിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും അതിനെയൊക്കെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോൺ കിൻഡിൽ വായിക്കുന്നതാണ് ഏറ്റവും സൗകര്യം. അപ്പം എല്ലാവർക്കും വായിക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ ഷോർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഓരോരോ ചാപ്റ്റേഴ്സും നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പം എങ്ങനെയായിരിക്കണം എക്സാമിനേഷൻ തുടങ്ങേണ്ടത്, NCERT എങ്ങനെയായിരിക്കണം വായിക്കേണ്ടത്, അപ്പം എങ്ങനെ വായിക്കണമെന്ന് പറയുമ്പോൾ ഏത് രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അസൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ PYQ, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ PYQ, അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നതാണ്. അപ്പം എങ്ങനെ നമ്മൾ PYQ ചെയ്യണം, എങ്ങനെയാണ് ഈ ഒരു അനാലിസിസ് നടത്തേണ്ടത്, നമ്മൾ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് ചെയ്യുകയാണോ PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കണം, നമ്മൾ ഈ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ ഒരു കേപ്പബിലിറ്റി എങ്ങനെയായിരിക്കണം, നമ്മളതിനെ മനസ്സിലാക്കിയത് എങ്ങനെയായിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളെടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റ്, എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ സമീപിക്കേണ്ടത്. അപ്പം ഏറ്റവും കൂടുതൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു എക്സാമിനേഷനാണ്. കാരണം എഴുതുന്നവരെല്ലാവരും ക്ലിയർ ചെയ്യത്തില്ല. അപ്പം നമ്മൾ ക്ലിയർ ചെയ്യുന്ന ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ക്ലിയർ ചെയ്യാതെ പോകുന്ന ഒരു എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഈ 100% പ്രിപ്പയർ ചെയ്ത് വരുന്ന ആളുകളൊന്നുമല്ല, ആ ഒരു തയ്യാറെടുപ്പോട് കൂടി വരുന്നവരൊന്നുമല്ല. വളരെ കുറച്ച് പേരായിരിക്കും നല്ല തോതിൽ, അല്ലെങ്കിൽ അവരുടെ ഫുൾ എഫേർട്ട് ഇട്ട് അവർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ആളുകളായിരിക്കും. അപ്പോൾ അവരായിരിക്കും നമ്മുടെ ഒരു കോമ്പറ്റീഷനായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുന്ന ഒരു എക്സാമിനേഷൻ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ് ഗെറ്റ് സെറ്റ് ഗോ ഫോർ IAS എ ബ്ലൂ പ്രിൻറ്റ് ഫോർ എഫക്റ്റീവ് UPSC പ്രിപ്പറേഷൻ എന്നുള്ളത്.